ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കപ്പ് ഫോക്സ്ടെയിൽ മില്ലറ്റ് തിനയാണ്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള മില്ലറ്റാണ് കേട്ടോ ഇത്. ബ്ലഡ് പ്രഷർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തിയാക്കി വെക്കാനായിട്ട്, അതുപോലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, തൂക്കം കുറയ്ക്കാനായിട്ട് ഒക്കെ ഈ തിന കഴിക്കണത് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല വേറെയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. മിക്കവർക്കും തന്നെ മില്ലറ്റ്സിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ നല്ലപോലെ അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണേ. ഇനി ഇതായി തിനയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയുമാണ്. ഇതും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാവേ. ഞാൻ ഈ ഉഴുന്നും തിനയും ഒക്കെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് 4 മണിക്കൂറായി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതായി ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന തിനയും 1/2 കപ്പ് അവൽ, 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം കുതിർത്തെടുത്തതുമാണ്. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്തിയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ തിനയൊക്കെ അരച്ചെടുക്കണത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പാകത്തിലാണ് ഈ ഒരു മാവും അരച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കൂടിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഈ മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കരുതേ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. ഇനി ഇത് 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കും ഫെർമെൻ്റായി കിട്ടാനായിട്ട്. ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കണത്. രാവിലെ ആയപ്പോഴേക്കും കണ്ടില്ലേ, നന്നായി തന്നെ പൊങ്ങി വന്നിട്ടില്ലേ. നമ്മൾ ഈ മാവ് ഉപ്പൊക്കെ ചേർത്തിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോലെ. ഇനി ഈ മാവ് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണത് പ്ലാവലയിൽ വെച്ചാണ്. ഈ പ്ലാവലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട്, വെയിറ്റ് ലോസിന് ഒക്കെ പ്ലാവല നല്ലതാണ്. ഭക്ഷണമൊക്കെ പ്ലാവലയിൽ പാകം ചെയ്ത് കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായിരിക്കും. ഇനി ഇതിൽ നിന്നും 2 പ്ലാവല എടുത്തിട്ട് ഒരു ഈർക്കിലിയോ ടൂത്ത് പിക്കോ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം 2 പ്ലാവലയും കൂടെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇത് ചെറിയൊരു മെനക്കെട്ട പണിയായതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ഈ മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഡ്ഡലിയായിട്ട് തയ്യാറാക്കിക്കോളൂ. പക്ഷേ നമ്മൾ ഈ മാവ് പ്ലാവലയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കണതെങ്കിൽ നമ്മുടെ സാധാ ഇഡ്ഡലിയുടെ ആ ഒരു രുചിയായിരിക്കില്ല. ഇതിന് പ്ലാവലയുടെ നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മുടെ മാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പ്ലാവലയൊക്കെ കുത്തി കൊടുക്കണ സമയത്ത് ഒട്ടും ഗ്യാപ്പില്ലാത്ത പോലെ കുത്തി കൊടുക്കണേ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ചൊരു മെനക്കെട്ട പണിയാണെങ്കിൽ പോലും ഇനി സമയമൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം പ്ലാവലയിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ ചാനലിലും ഹെൽത്തി ആയിട്ടുള്ള കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്